അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ രാവിലത്തെ തഹജ്ജുദ് നിസ്കാരം തൊട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് കാണിക്കുന്നത്. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് നല്ല ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം തിരഞ്ഞെടുക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ലാസ്റ്റ് തേർഡ് ഓഫ് നൈറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാത്രി 3ആയിട്ട് ഭാഗം ചെയ്താൽ അതിലെ അവസാനത്തെ ഭാഗത്തിലാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ നല്ലത്. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത് 3:30-ക്കാണ്. 3:30-ക്ക് എണീറ്റ് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് 4 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഉറങ്ങും. എന്നിട്ട് ഞാൻ എണീക്കുന്നത് 5:30-ക്കാണ്. അപ്പോഴാണ് ഞാൻ സുബഹിയൊക്കെ നിസ്കരിക്കുന്നത്. ഈ സമയമാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും കംഫർട്ടബിളായിട്ടുള്ള ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ സമയത്ത് അലാറം വെച്ചിട്ട് കിടക്കണം. എന്നിട്ട് നമ്മൾ രാത്രി നിസ്കരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എനിക്ക് ഈ സമയത്ത് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, അതിനുള്ള മനസ്സ് നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുത്ത് സത്യം ചെയ്യണം, അള്ളാഹുവേ നാളെ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് സത്യം ചെയ്യണം. അപ്പോൾ നമ്മൾ രാവിലെ അലാറം കേൾക്കുമ്പോൾ ആലോചിക്കണം, അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ സത്യം ചെയ്തതല്ലേ തഹജ്ജുദ് നിസ്കരിക്കുമെന്ന്, അതുകൊണ്ട് എന്തായാലും എണീറ്റ് നിസ്കരിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് നിസ്കരിക്കണം. ആദ്യത്തെ കുറച്ച് ദിവസമായിരിക്കും നമുക്ക് രാവിലെ എണീക്കാനൊക്കെ മടി തോന്നുന്നത്. പിന്നെ നമ്മൾ നിസ്കരിച്ച് ശീലമാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആവും നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നിസ്കരിക്കുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ സുജൂദിൽ പോകുമ്പോഴത്തേക്കും അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ സുജൂദിലേക്ക് പോകണം. പിന്നെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുള്ള വേറെ മുസ്ലിം ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒത്ത് പ്ലാൻ ചെയ്യണം സമയമൊക്കെ. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്കും മെസ്സേജ് ഇടണം. ഇപ്പോൾ ആ സമയത്ത് ഒരാൾ വന്നില്ലെങ്കിൽ നിങ്ങൾ മിസ് കോൾ ഇട്ട് നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രാവിലെ എണീക്കാനുള്ള മടി നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ദുആ ബുക്കിൽ ഒരു ചെറിയ ദുആ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ജമിഅ തിർമിദി 2572 അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയപ്പെടുന്നു, ആരെങ്കിലും 3 പ്രാവശ്യം സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ആരെങ്കിലും 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് സംരക്ഷണം ചോദിച്ചാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ അവനെ എന്നിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. ആരെങ്കിലും ഈ ദുആയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ഈ ദുആ. ഞാൻ ദുആ പറയുമ്പോൾ തന്നെ അതിൻ്റെ ടെക്സ്റ്റും കൂടി അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ പ്രൊനൗൺസിയേഷൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ലായിരിക്കും. നമ്മൾ ഒരിക്കലും ഇൻറ്റൻഷനലി നമ്മുടെ പ്രൊനൗൺസിയേഷൻ തെറ്റിക്കത്തില്ല. നമ്മുടെ മനസ്സിലെ ഇൻറ്റൻഷൻ എന്താണ് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു പ്രതിഫലം തരും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിലും. സ്വഹീഹ് അൽ ബുഖാരിയിൽ ഹദീസ് 4937 ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ മനോഹരമായി ഓതുന്നവർ നല്ലവരായ മഹാന്മാരായ മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ടവരാണെന്നും, എന്നാൽ ഭാഷയുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ഖുർആൻ ഓതാൻ ബുദ്ധിമുട്ട് നേരിടുന്നവരും ഖുർആൻ ഓതാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിഫലം ഇരട്ടിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ നമുക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ നമ്മൾ അത് കറക്റ്റാണോ എന്ന് ആദ്യം നോക്കണം. എന്നിട്ട് വേണം അത് വിശ്വസിക്കാൻ. ഞാൻ ഈ വീഡിയോയിൽ തന്നെ 2 ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹദീസിനെ കുറിച്ച് അറിവ് ലഭിക്കുമ്പോൾ നിങ്ങൾ ഈ ഹദീസ് ഉള്ളതാണോ എന്ന് ആദ്യം നോക്കണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മുടെ ചിന്താഗതികൾ വേറെയാണ്, നമ്മൾ മനസ്സിലാക്കുന്ന രീതികൾ വേറെയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇസ്ലാമിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും ഹദീസുകളെക്കുറിച്ചൊന്നും പഠിക്കാൻ ഒരു പാടുമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം മതി. നമ്മൾ ആരും അറിവുള്ളവരായിട്ട് ജനിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നതിലൂടെയാണ് നമ്മൾ അറിവുള്ളവരാവുന്നത്. എൻ്റെ വീഡിയോകളിൽ ഞാൻ ഖുറാനിക് ട്രാൻസ്ലേഷൻസും ഹദീസുകളൊക്കെ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയാറുള്ളത്. എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഇസ്ലാമിനെ കുറിച്ച് അറിവ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആദ്യം അത് കറക്റ്റാണോ എന്ന് അറിയാൻ ശ്രമിക്കണം. ഞാനിപ്പോൾ ഏതെങ്കിലും ഖുർആൻ്റെ ആയത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ആയത്ത് കറക്റ്റാണോ, ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം വിശ്വസിക്കാൻ. ഇപ്പോൾ ഹദീസായാലും അത് ഉള്ള ഹദീസൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് വേണം വിശ്വസിക്കാൻ. ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിൽ എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ രീതിയിലായിരിക്കും അതിൻ്റെ അർത്ഥം വരുന്നത്. രാവിലെ ഞാൻ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇതുവരെ കാണിച്ചത്.
രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൊറിയർ വന്നായിരുന്നു. ഇതെൻ്റെ ഇത്താടെ മോൾക്ക് എൻ്റെ ഇക്ക കൊടുത്തൊരു ഗിഫ്റ്റാണ്. സൈക്കിളാണ് ഈ കൊറിയറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. മോൾക്കും കുറേ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സൈക്കിള്. ഓരോ പാർട്സായിട്ടാണ് ഇതിനകത്ത് വന്നിരുന്നത്. പിന്നെ എൻ്റെ ഇത്ത എല്ലാം ഫിറ്റ് ചെയ്തു. ഞാനിനി ഫലസ്തീനിയൻസിന് വേണ്ടിയുള്ള ഒരു ചെറിയ ദുആയും കൂടെ പറഞ്ഞുതരാം. اللهم كن لإخواننا في فلسطين ناصرا ومعينا واحفظهم من كل سوء وارزقهم النصر والثبات. അള്ളാഹുവേ, നമ്മുടെ പലസ്തീനിലെ സഹോദരങ്ങൾക്ക് സഹായവും പിന്തുണയും കൊടുക്കണമേ. അവരെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. അവരെ സംരക്ഷിക്കുകയും അവരെ സ്ഥിരതയോടെ നിലനിർത്തുകയും ചെയ്യണമേ അള്ളാഹുവേ എന്നാണ് ഈ ദുആയുടെ അർത്ഥം. സൈക്കിളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 11 മണിയായി. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.